ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ദിവസം നമുക്ക് ചായയിലൂടെ തുടങ്ങാം. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ചായ ഇടാനായി തേയിലപ്പൊടിയും പഞ്ചാരയും ഒക്കെ ഇട്ട് ഇത് തിളയ്ക്കാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ സമയമായി ചെറുതായിട്ട് തിളച്ച് വരുന്നു. ഞാൻ സ്പൂണൊക്കെ എടുത്ത് ഇങ്ങനെ കലക്കാൻ വേണ്ടി ഇടയ്ക്ക് കളിക്കുന്നു. അപ്പോൾ ചായ ഏകദേശം തിളച്ച് ഞാൻ അണയ്ക്കാറായി നിൽക്കുകയാണ്. ഓക്കെ, ചായ സെറ്റായി. അവിടെ നമുക്കൊരു ബ്രഷ് ചെയ്യാം. ഞാൻ ബ്രഷ് ചെയ്യാനെ പേസ്റ്റൊക്കെ എടുത്ത് ബ്രഷും ചെയ്തു. അതിനുശേഷം അമ്മയ്ക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി അമ്മ എനിക്കൊരു പൊട്ടാറ്റോ സ്റ്റൂ കറി റെഡിയാക്കുന്നു. അപ്പം ഞാൻ സഹായിക്കാൻ വേണ്ടി കുക്കറും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ ആ സമയം കൊണ്ട് ഞാൻ ചായ അമ്മയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ ആദ്യത്തെ ചായ അമ്മയ്ക്ക് ഒഴിച്ചു കൊടുക്കാനായി ഞാൻ അടുക്കളയിൽ ചായയുടെ ഗ്ലാസ്സിലിട്ട് ഞാൻ ചായ ഒഴിക്കുകയായിരുന്നു. ചായ ഒഴിച്ചതിന് ശേഷം ആ ചായയും എടുത്ത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് വല്ലതും കഴിക്കാൻ സ്നാക്സും കൊടുത്തു. ആ സമയം കൊണ്ട് ഞാൻ പോയി ജസ്റ്റ് ഇത് കത്തിച്ച് അമ്മയ്ക്ക് സാധനം എടുത്തു കൊടുത്ത് ഇത്തിരി ചായയുള്ള പാത്രങ്ങളും കഴുകുമായിരുന്നു. അങ്ങനെ കഴുകി വെച്ചിട്ട് അതിന് ശേഷം ഞാൻ അപ്പോൾ അങ്ങനെ ജോലി കൊടുത്തു. അതിനുശേഷം രാവിലെ അപ്പോൾ പറഞ്ഞിരുന്നു അമ്മയടുത്ത് ഡ്രസ്സെല്ലാം അലക്കണമെന്ന്. അത് ഞാൻ കേട്ടു. എന്നിട്ട് എനിക്ക് കിട്ടിയ സമയത്തിൽ ഞാൻ അതെല്ലാം വാഷിംഗ് മെഷീനിൽ ലിക്വിഡും ഒഴിച്ച് കാലിനെല്ലാം സെറ്റാക്കി അടച്ചു വെച്ചു. അപ്പോൾ അമ്മയ്ക്ക് ഇത്തിരി ജോലി കുറവായി. നിങ്ങളും ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? കമൻ്റ് അടിക്കണം കേട്ടു. അടുത്ത് ഞാൻ പൊട്ടറ്റോ സ്റ്റൂവിനായി കാര്യങ്ങളെല്ലാം ചെയ്ത് കലക്കി കൊണ്ടുവന്ന് പ്ലാറ്റും അടിച്ചു വെച്ചു. പുട്ടും റെഡിയാക്കി. ഇനി ചെറിയൊരു കട്ടനായി ഞാൻ തേയിലപ്പൊടിയൊക്കെ വെച്ച് ഇട്ട് റെഡിയാക്കി. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അതിനുശേഷം ഞാൻ ഉച്ചക്കത്തേക്ക് അമ്മയ്ക്ക് ഇത്തിരി തേങ്ങ തിരുവണമെന്ന് പറഞ്ഞാൽ തേങ്ങയും തിരുവി കൊടുത്തു. അതിനുശേഷമായപ്പോൾ ചെറിയൊരു പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം പപ്പ പറയും വായിക്കണം, പഠിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഞാനൊരു ബുക്ക് എടുത്ത് അതും വായിച്ച് പപ്പ പറഞ്ഞത് ചെയ്തു. അതിനുശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് കളിച്ചു. കളി ബിൽഡിങ്സൊക്കെ ഉണ്ടാക്കി. നിങ്ങൾക്ക് അറിയാമല്ലോ ബിൽഡിങ്സ് ഇങ്ങനത്തെയൊക്കെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. അപ്പം മറ്റൊരു വീഡിയോയിൽ ഇനി അടുത്ത് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.